ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ വഴുതന കൊണ്ടുണ്ടാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അതിനിടെ ഞാൻ 2 വഴുതന എടുത്തിട്ടുണ്ട്, മല്ലിയിലയുണ്ട്, തക്കാളി ഒരെണ്ണം, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് ഉടയ്ക്കാത്ത തൈര്. നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് വെക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ വട്ടത്തിൽ കണ്ടിച്ചങ്ങ് ഇടാം. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റൗ കത്തിച്ച് ഒരു ദോശക്കല്ല് അടുപ്പേ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തും വ്യാപിപ്പിക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയൊക്കെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ നമുക്ക് മറിച്ചിടാം. ഏതാണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അത് എടുക്കാം. ഇനി ആ അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ തക്കാളിയും മുളകും എല്ലാം കൂടെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് താളിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് വാങ്ങാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല പുരട്ടി കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. വീണ്ടും മസാല പുരട്ടി കൊടുക്കാം. നമുക്ക് ഒരു 2 സ്പൂൺ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലി ഇല അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ അതിലേക്ക് വെച്ച് കൊടുക്കാം. മസാല വീണ്ടും പുരട്ടി കൊടുക്കാം. തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 2 വത്തലമുളകും കൂടി ഇട്ട് നമുക്ക് തടുക്കി അടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ വഴുതനക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻറ്റുകൾ അയക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്